ഹലോ ഫ്രണ്ട്സ്, ഐ ആം യുവർ ഡോക്ടർ ദർശന. നമുക്ക് ഇന്ന് ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന റീസെൻ്റ്ലി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ പറ്റി പറയാം. എബോള വൈറസ്. എബോള വൈറസ് ഗുരുതരമായ ഒരു വൈറസ് ബാധയാണ്. ഇതിനെ ഇത്രത്തോളം പേടിക്കാൻ കാരണം തന്നെ ഇതിൻ്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക് 25% മുതൽ 50% വരെ കൂടുതലാണ്. അതുപോലെ നിലവിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഈ മെയ്യിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രെയിന്, ഇപ്പോഴത്തെ വകഭേദം എന്ന് പറഞ്ഞാൽ ബൂണ്ടി ബൂജോ എന്ന ഒരു വകഭേദമാണ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണം സാധാരണ അസുഖങ്ങൾ പോലെ തന്നെ പനി, ശക്തമായ ക്ഷീണം, തലവേദന, പേശിവേദന, ഛർദി, വയറിളക്കം, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായി കണ്ടുവരുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് പകരുന്നത്? ഇതിൻ്റെ നാച്ചുറൽ റിസർവോയർ നമ്മുടെ കൊറോണ പോലെ തന്നെ പഴന്തീനി വവ്വാലുകൾ തന്നെയാണ്. അവിടെ നിന്നും ഇത് മനുഷ്യരിലേക്ക് രക്തത്തിലൂടെയോ അല്ലെങ്കിൽ രോഗബാധിതരായ ആളുകളുടെ രക്തം, ശരീരദ്രവങ്ങൾ എന്നിവയിലൂടെയാണ് ഇത് മെയിനായിട്ട് പകരുന്നത്. അതുപോലെ ശുചിത്വമില്ലാത്ത സൂചികൾ, ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പകരുന്നത്. അതുപോലെ രോഗബാധിതരായ മൃഗങ്ങൾ, ഇതിനോടൊക്കെയുള്ള സമ്പർക്കം, നമുക്കിത് ഉമിനീരിലൂടെയോ അതുപോലെ രക്തത്തിലൂടെയോ ഛർദി, വൊമിറ്റസിലൂടെയോ ഒക്കെ നമുക്ക് ഈ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്, ഈ അസുഖം അല്ലെങ്കിൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചാൽ 2 മുതൽ 21 ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഈ സമയത്ത് നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻ പകരാൻ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഇതിൻ്റെ ആരംഭ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണയായി വൈറസ് ബാധിച്ച് 2 മുതൽ 21 ദിവസത്തിന് ശേഷം മാത്രമേ 2 മുതൽ 21 ദിവസത്തിനകം ലക്ഷണങ്ങൾ ഉണ്ടാകാം. ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത് പെട്ടെന്ന് ഉയർന്ന ഒരു പനി, ടെമ്പറേച്ചറൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൂടാം. അതുപോലെ കടുത്ത ക്ഷീണം, തലവേദന, പേശിവേദന, ഇതൊക്കെ തന്നെയാണ് ആദ്യം പ്രാരംഭഘട്ടങ്ങളിൽ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ. തുടർന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ ഛർദി, വയറിളക്കം, അതുപോലെ ശരീരത്തിലെ വെള്ളം നഷ്ടപ്പെട്ടു പോവുക, നിർജ്ജലീകരണം ഉണ്ടാവുക, ചർമ്മത്തിലെ ചുവന്ന പാടുകൾ. ഈ ചുവന്ന പാടുകൾ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഹെമറേജിക് ആയിട്ടുള്ള ഫീവറാണ്. അപ്പോൾ ചുവന്ന പാടുകൾ ഉണ്ടാവാം. ഗുരുതരമാകുമ്പോൾ മൂക്കിൽ നിന്നും പല്ലിൻ്റെ മോണയിൽ നിന്നും രക്തം വരിക, അതുപോലെ കരളിൻ്റെയും വൃക്കയുടെയും പ്രവർത്തനം തകരാറിലാകുക, കണ്ണിൽ ചുവന്ന പാടുകളുണ്ടാകാം, കണ്ണി ചുവക്കലുണ്ടാവാം, ശ്വാസതടസ്സം ഉണ്ടാവാം, ബോധക്ഷയം ഉണ്ടാകാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. ഇതിൻ്റെ സങ്കീർണതകളായിട്ട് വരുന്നത്, ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കരളും വൃക്കയൊക്കെ തകരാറിലാകാം. അതുപോലെ നമ്മുടെ ഡീസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കൊയാഗുലേഷൻ, അതായത് DIC, നമ്മുടെ രക്തക്കുഴലുകളിലെ രക്തം കട്ട പിടിച്ച് പോവുക, ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുപോലെ ഷോക്ക്, മറ്റുള്ള എല്ലാ ഓർഗൻസിൻ്റെയും ഡാമേജ്, അതുപോലെ സെക്കൻഡറി ഇൻഫെക്ഷൻ, ഇൻറ്റേർണൽ ആയിട്ടുള്ള ബ്ലീഡിങ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. നമുക്കിതിന് ചെയ്യാനുള്ള പരിശോധനകൾ എന്തൊക്കെയാണ്? RT-PCR, കൊറോണയ്ക്ക് ചെയ്തിരുന്ന പോലെ തന്നെ RT-PCR, ആൻറ്റിബോഡി, എലൈസ, ഇതൊക്കെയാണ് ആൻറ്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റുകളൊക്കെ തന്നെയാണ് ഈ എബോള വൈറസിന് നമ്മൾ ടെസ്റ്റുകളായിട്ട് പറയാവുന്നത്. അതുപോലെ തന്നെ ലാബിൽ നമുക്കിതെങ്ങനെ മനസ്സിലാക്കാം? ലാബ് ടെസ്റ്റുകൾ വഴി സാധാരണ ബ്ലഡിനകത്തുള്ള WBCയുടെ കൗണ്ടും അതുപോലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടും ഒക്കെ കുറയാം. അതുപോലെ ലിവർ എൻസൈംസിൻ്റെ ഇത് കൂടും. ലിവർ എൻസൈംസ് നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായി കൂടുകയും ഒക്കെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അതുപോലെ നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാം? കൊറോണ സമയത്ത് ചെയ്തിരുന്ന പോലെ തന്നെ ഐസൊലേഷനാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ PPE കിറ്റ് ധരിക്കുക, കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക, ഹോസ്പിറ്റലാണെങ്കിൽ ഐസൊലേഷൻ വാർഡുകൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക.